ഓക്കെ. ഇതിനകത്ത് കോർഡിനേറ്റ് ജിയോമെട്രീൻ്റെ ഏറ്റവും അവസാനത്തെ പോർഷൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ചോദിക്കുന്നതിൽ അവസാനത്തെ പോർഷൻ ഓൾമോസ്റ്റ്. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ ഓഫ് എ പോയിന്റ് ആണ് വരുന്നത്. റിഫ്ലക്ഷൻ ഓഫ് എ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇത് ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ മിറർ ഇമേജ് എന്ന് പറയാം. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ കോർഡിനേറ്റ് ജിയോമെട്രി ആണ്. നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ ഒരു മിറർ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ ഒരു മിററുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ കിട്ടുന്ന ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബം, ഓക്കെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എന്തായിരിക്കും? ഓൾമോസ്റ്റ് സെയിം ഹൈറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ എത്ര ഡിസ്റ്റൻസ് ആണോ ഉള്ളത്, അതേ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ഈ രണ്ട് കോൺസെപ്റ്റ് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, റിഫ്ലക്ഷൻ ഓഫ് എ പോയിന്റിനും എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ പല ഇതുണ്ട്. എന്താ പറയുക, എക്സ് ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ തന്നെ എക്സ് ആക്സിസിന് പാരലായിട്ട് വരുന്ന കേസുണ്ട്, വൈ ആക്സിസിനെ ബേസ് ചെയ്യുന്ന കേസുണ്ട്, വൈ ആക്സിസിന് പാരലായിട്ട് വരുന്ന കേസുണ്ട്. ഒരു ലൈനിൻ്റെ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് റിഫ്ലക്ഷൻ ഓഫ് എ ലൈൻ ഓൺ എക്സ് ആക്സിസ്, ലൈൻ അല്ല, റിഫ്ലക്ഷൻ ഓഫ് എ പോയിന്റ് ഓൺ എക്സ് ആക്സിസ്. ഓക്കെ, നമുക്കറിയാം എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഈ കിടക്കുന്നതാണ് എക്സ് ആക്സിസ് അല്ലേ, ഇതാണ് വൈ ആക്സിസ്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഞാൻ ആ ഒരു പോയിന്റിനെ 4, 3 എന്ന് എടുത്തെന്ന് പറയാം വിചാരിച്ചു. 4, 3 എന്ന് എടുത്തെന്ന് പറഞ്ഞു വിചാരിച്ചു. ഇതിനർത്ഥം എന്തുവാ? ഇതിനർത്ഥം ഇത് എക്സ് ആക്സിസിൽ നിന്ന് 3 ഡിസ്റ്റൻസ് മാറിയും വൈ ആക്സിസിൽ നിന്ന് 4 ഡിസ്റ്റൻസ് മാറിയെന്നുമാണ്. കാരണം നമ്മൾ ഇതിൻ്റെ മുമ്പിലത്തെ വീഡിയോസിലെല്ലാം ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞതനുസരിച്ച് ഇതിപ്പോൾ എക്സ് ആക്സിസിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് മാറിയായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റിഫ്ലക്ഷൻ വരുമ്പോഴും എക്സ് ആക്സിസിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് 3 ഡിസ്റ്റൻസ് മാറി വേണം ഇരിക്കുന്നത്. അതുപോലെ തന്നെ വൈ ആക്സിസിൽ നിന്ന് 4 ഡിസ്റ്റൻസ് മാറിയിരിക്കുന്നത്. അതിൻ്റെ റിഫ്ലക്ഷൻ വരുമ്പോൾ വൈ ആക്സിസിൽ നിന്ന് 4 ഡിസ്റ്റൻസ് മാറി തന്നെ വരണം. അപ്പോൾ നമ്മളിവിടെ വരച്ച് നോക്കി ചെയ്യുമ്പോൾ എന്ത് വരും? അതായത് ഇവിടെ ഇപ്പോൾ 4 ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ, പക്ഷേ ഇത് ഫോർത്ത് ക്വാഡ്രന്റ് അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ് വൈ, ഇത് നെഗറ്റീവ് വൈ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് 3 ആണ്. സോ 4 - 3 എന്ന് പറയാം. അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആണ് ഒരു പോയിന്റ് ചോദിച്ചെങ്കിൽ നമുക്കിപ്പോൾ 4, 3 തന്നിട്ടുണ്ടെങ്കിൽ എക്സ് ആക്സിസിനെ വെച്ചിട്ടാണെങ്കിൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റിന് മാറ്റം വരത്തില്ല. പകരം വൈ കോർഡിനേറ്റിന് മാറ്റം വരും. എങ്ങനെ മാറും? പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് വരും. ഒരു പോയിന്റ് 5, 4 ആണ് തന്നതെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആണ് അതിൻ്റെ റിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 5 - 4 എന്ന് പറഞ്ഞ് എഴുതാം. 5 - 4 എന്ന് പറഞ്ഞ് എഴുതാം. ഇതാണ് ആദ്യത്തെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ആക്സിസിനെ ബേസ് ചെയ്ത് നമുക്ക് അതിൻ്റെ റിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യേണ്ട, എക്സ് കോർഡിനേറ്റ് അതുപോലെ തന്നെ എഴുതുക, വൈ കോർഡിനേറ്റിന് ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കുക. ഓക്കെ, ഇതൊന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസിലാണ് നമ്മുടെ ഇപ്പോൾ മിറർ ഇരിക്കണമെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്താണ് റിഫ്ലക്ഷൻ കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കാം. സെയിം പോയിന്റ് ഞാൻ എടുക്കുന്നു, 4, 3. അപ്പോൾ ഇത് 3 ഹൈറ്റ് ആണ്, ഇത് 4 ഡിസ്റ്റൻസിലാണ്. ഓക്കെ, ഈ ഒരു പോയിന്റ് അതിൻ്റെ റിഫ്ലക്ഷൻ വരാൻ പോകുന്നത് എന്തായിരിക്കും? ഇപ്പുറത്തെ സൈഡിലാണ്. കാരണം ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിഫ്ലക്ഷൻ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിൽ വരും. ഈ ഒരു സൈഡിൽ എങ്ങനെ വരും? ഇവിടെ നിന്ന് 4 ഡിസ്റ്റൻസ് മാറിയും ഇവിടെ നിന്ന് ഇത്രയും ഹൈറ്റ്, 3 ഹൈറ്റ് പൊക്കത്തിലുമായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, 4 ഡിസ്റ്റൻസ് മാറി 3 ഹൈറ്റ് പൊക്കത്തിലും. അപ്പോൾ നമുക്കതറിയാം, ഇവിടെ എക്സ് ആണ്, ഇവിടെ എക്സിൻ്റെ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും 1, 2, 3 അങ്ങനെ പറഞ്ഞു പോകും. ഇവിടെ എക്സിൻ്റെ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും വരാൻ പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇത് പോസിറ്റീവ് ആയി, ഇത് നെഗറ്റീവ് ആയി. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിന് എനിക്ക് എന്ത് പറയാം? -4, 3 എന്ന് പറയാം. -4, 3 എന്ന് പറയാം. കാരണം മൈനസ് വരാൻ കാരണം എന്തുവാ? ഇത് നെഗറ്റീവ് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ സെയിം തന്നെ വൈ ആക്സിന് വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് ആണ് പറയണമെങ്കിൽ ഇതേപോലെ 5, 4 എന്നൊരു പോയിന്റ് ആണെങ്കിൽ അതിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ കോർഡിനേറ്റിന് മാറ്റം വരില്ല.
വൈ കോർഡിനേറ്റിന് മാറ്റം വരത്തില്ല, എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് എടുക്കുക. ഇതാണ് അടുത്ത വരുന്നത്. ഓക്കെ, ഇനി അടുത്ത കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈൻ എക്സിന് പാരലായിട്ട് കിടക്കുന്നു. ഒരു ലൈൻ എക്സ് ആക്സിസിന് പാരലായിട്ട് കിടക്കുന്നു. അപ്പോൾ നിങ്ങൾ എക്സ് ആക്സിസിന് പാരലായിട്ട് കിടക്കുമ്പോൾ ഉറപ്പായിട്ടും മനസ്സിലാക്കേണ്ട കേസ് അതിൻ്റെ ഇക്വേഷൻ y ഇസിക്കൽ ടു സംതിങ് എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. y ഇസിക്കൽ ടു സംതിങ് എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഇതിനകത്ത് ഇത് y ഇസിക്കൽ ടു 3 എന്ന് പറഞ്ഞെടുത്തെന്ന് വിചാരിക്കാം. y ഇസിക്കൽ ടു 3 എന്ന് പറഞ്ഞെടുത്തെന്ന് വിചാരിക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുവാണ്. ഇതിപ്പോൾ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? എക്സ് ആക്സിന് പാരലൽ അല്ലേ? എക്സ് ആക്സിന് പാരലൽ കാണുമ്പോൾ തന്നെ അറിയാം എക്സ് ആക്സിന് പാരലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ 6, 4 എന്നൊരു പോയിന്റ് എടുത്തു. 6, 4 എന്നൊരു പോയിന്റ് എടുത്തു. അതിൻ്റെ അർത്ഥം എന്തുവാ? ഇത് ഇവിടെ നിന്ന് 4 ഡിസ്റ്റൻസ് മാറിയും ഇത് ഇവിടെ നിന്ന് 6 ഡിസ്റ്റൻസ് മാറിയുമാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് വിത്ത് റെസ്പെക്റ്റുമാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? നമ്മുടെ റിഫ്ലക്ഷൻ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനിത് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താ? ഈ പോയിന്റ്, ഈ റിഫ്ലക്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് എത്ര ഹൈറ്റിലാണ് മാറി കിടക്കണമെന്ന് നോക്കണം അല്ലേ? നമുക്കറിയാം ഇവിടെ നിന്ന് ഇവിടം വരെ 3 ആണ്. ഇവിടെ നിന്ന് ഇവിടം വരെ 3 ആണ്. ഇവിടെ നിന്ന് ഇവിടം വരെ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇത് മൊത്തത്തിൽ 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും അല്ലേ? ഒരു ഡിസ്റ്റൻസ് മാറിയായിരിക്കും കിടക്കുന്നത്. ഓക്കെ, ഇനി എക്സ് ആക്സിന് പാരലാണെങ്കിൽ ഉറപ്പായിട്ടും എക്സ് ആക്സിന് പാരലാണെങ്കിൽ ഏത് കോർഡിനേറ്റ് ആയിരിക്കും നമുക്ക് ചേഞ്ച് ചെയ്യാൻ ചാൻസ് കുറവ്? എക്സ് ആക്സിന് പാരലാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യത്തില്ല. ഓക്കെ, അതെങ്ങനെ ഓർക്കാം? എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസ് നമ്മൾ എക്സ് ആക്സിസ് എടുത്ത കേസിലും എക്സ് കോർഡിനേറ്റ് ചേഞ്ച് ഇല്ലായിരുന്നു അല്ലേ? അപ്പോൾ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് ഇപ്പോൾ ഇതാണ് റിഫ്ലക്ഷൻ എങ്കിൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 6 തന്നെ വരും അല്ലേ? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വൈ കോർഡിനേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വൈ കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നിന്ന് ഇവിടം വരെ 4 ഉണ്ട് അല്ല, ഇവിടെ നിന്ന് ഇവിടം വരെ 1 യൂണിറ്റ് ഡിസ്റ്റൻസ് ആണ്. അതേ 1 യൂണിറ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും ഇവിടെ വരുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു പോയിന്റ് കണ്ടുപിടിക്കണം. ഈ ഒരു പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും 1 വരുന്നത്. ഇത് ഇത്ര ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഷോർട്ട് കട്ട് ഉണ്ട്. ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇത് 6 ഡിസ്റ്റൻസ് മാറി അതുപോലെ തന്നെ 3 ഹൈറ്റിലുള്ള 6, 3. ഓക്കെ, അതിൽ നിന്ന് 1 യൂണിറ്റ് ഡിസ്റ്റൻസ് മാറി. 1 യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 1 കുറച്ച് കഴിഞ്ഞാൽ 2, 6:2 ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി ആക്ച്വലി ഇതിങ്ങനെയൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഇപ്പോൾ ഞാൻ എന്താ പറയുക, നമുക്കറിയാവുന്ന കേസ് ഇപ്പോൾ ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്, അല്ലെങ്കിൽ നമുക്കൊന്നുകൂടി വരയ്ക്കാം. ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഓക്കെ, ഇപ്പോൾ ലൈൻ കിടപ്പുണ്ട്, ഏതോ ഒരു ലൈൻ കിടപ്പുണ്ട് അല്ല, ഈ പോയിന്റ് തന്നെ നോക്കാം. 6, 4. ഓക്കെ, y ഇസിക്കൽ ടു 3. ഓക്കെ, ഞാൻ ഇങ്ങോട്ടേക്ക് വരച്ചു. ഇതാണ് എൻ്റെ റിഫ്ലക്ഷൻ എന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ റിഫ്ലക്സ് ചെയ്യുന്ന പോയിന്റ്. ഓക്കെ, റിഫ്ലക്സ് ചെയ്യുന്ന പോയിന്റ്. ഇത് ഉറപ്പായിട്ട് നമുക്ക് അറിയാവുന്ന കേസ് എക്സ് ആക്സിന് പാരലാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് ചേഞ്ച് വരത്തില്ല. ഇവിടെ 6 ആയിരിക്കും. ഓക്കെ, അത് ഓക്കെ അല്ലേ? ഇനി ഇവിടെ അതുപോലെ തന്നെ ഈ ഒരു പോയിന്റിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ എക്സ് ആക്സിലെ കോർഡിനേറ്റ് 6 ആയിരിക്കും. എക്സ് കോർഡിനേറ്റ് 6 ആയിരിക്കും. വൈ കോർഡിനേറ്റ് ആണ് മൊത്തം ചേഞ്ച് വരുന്നത്. നമുക്കിത് നോക്കി തന്നെ പറയാം ഇത് 3 ആണെന്നറിയാം. ഓക്കെ, ഇനി വേണമെങ്കിൽ എനിക്ക് ഈ ഒരു പോയിന്റിനെ ഈ ഒരു പോയിന്റിന്റെ മിഡ് പോയിന്റ് ആണെന്ന് പറയാം. കറക്റ്റ് അല്ലേ? ഈ ഒരു പോയിന്റിന്റെ മിഡ് പോയിന്റ് ആണെന്ന് പറയാം. ഓക്കെ, ഞാനിത് എ എന്ന് പറഞ്ഞെടുത്തെന്ന് വിചാരിച്ചു. ഇത് എ എന്ന് പറഞ്ഞെടുത്തെന്ന് വിചാരിച്ചു. എ എന്ന് പറഞ്ഞെടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? എ എന്ന് പറഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇത് മിഡ് പോയിന്റ് എന്നല്ലേ പറഞ്ഞ? മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം y1 + y2/2. ആ കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 4 + a/2 ഈക്വൽ ടു 3 എന്ന് പറഞ്ഞെടുക്കാം. 4 + a/2 ഈക്വൽ ടു 3. ഓക്കെ, അല്ലെങ്കിൽ 4 + a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 എന്ന് പറഞ്ഞെടുക്കാം. എയുടെ വാല്യൂ എത്രയെന്ന് പറഞ്ഞു കിട്ടും? 2 എന്ന് പറഞ്ഞു കിട്ടും. അതേ സാധനമാണ് നമ്മൾ നേരത്തെ 6, 2 എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് കട്ട് ഉണ്ടാക്കാം. ഇവിടെ നിന്ന് എങ്ങനെ ഷോർട്ട് കട്ട് ഉണ്ടാക്കാം? എക്സ് ആക്സിന് പാരലാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് ചെയ്താലും മാറത്തില്ല. എക്സ് കോർഡിനേറ്റ് മാറത്തില്ല. ഇനി വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ വിത്ത് റെസ്പെക്ട് ടു ഒരു ലൈൻ ആയിരിക്കുമല്ലോ തരുന്നത്. ഇവിടെ ഇപ്പോൾ y ഇസിക്കൽ ടു 3 എന്ന് പറഞ്ഞാൽ തരുന്നത്. ഈ 3ന്റെ ഡബിൾ എടുക്കുക. 3ന്റെ ഡബിൾ എടുത്തു കഴിഞ്ഞാൽ എത്ര ഒരു 6. ഈ 6ൽ നിന്ന് തന്നിരിക്കുന്ന പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് കുറയ്ക്കുക. 4 കുറച്ചു, എത്ര വന്നു? 2 വന്നു. അപ്പോൾ 6, 2 ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ 5, 4 എന്നൊരു പോയിന്റ് y ഇസിക്കൽ ടു 2 എന്നുള്ള
അല്ലെങ്കിൽ y ഇസിക്കൽ ടു 1 എന്നുള്ള വ്യത്യാസം ആണ് തന്നതെന്ന് ചോദിച്ചു. അല്ല, y ഇസിക്കൽ ടു 1 എന്നുള്ള വ്യത്യാസമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? 1 ഫസ്റ്റ് എന്ത് ചെയ്യണം? 1 ഡബിൾ 2 എടുത്തു. 1 ഡബിൾ 2 എടുത്തു. 2 ഈ 4 കുറയ്ക്കാം. 2 4 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? -2. അപ്പോൾ 5 -2 ആയിരിക്കും അതിൻ്റെ റിഫ്ലക്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതേ സംഭവം തന്നെ നമുക്കിനി y ആക്സിസിന് പാരലായിട്ടുള്ള കേസ് എടുക്കാം. y ആക്സിസിന് പാരലായിട്ടുള്ള കേസ് എടുക്കാം. y ആക്സിസിന് പാരലായിട്ടുള്ള കേസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇതിനെ വിത്ത് റെസ്പെക്റ്റുമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് വിചാരിച്ചു. ഇത് വീണ്ടും എൻ്റെ 6 4. ഓക്കെ, ഇത് x ഇസിക്കൽ ടു 3. x ഇസിക്കൽ ടു 3. ഓക്കെ, അപ്പോൾ ഇവിടെ വല്ലയിടത്തൊക്കെ ആയിരിക്കും കിടക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ വല്ലയിടത്തൊക്കെ ആയിരിക്കും കിടക്കുന്നത്. ഉറപ്പായിട്ടും അതിന് എന്ത് മാറത്തില്ല? നമ്മുടെ y ആക്സിന് പാരലാണെങ്കിൽ y കോർഡിനേറ്റിൽ മാറ്റം വരത്തില്ല. കാരണം ഇവിടം തൊട്ട് ഇത്രയും വരെയുള്ള ഹൈറ്റ് എല്ലാ കേസിനും സെയിം ആയിരിക്കും. അതുകൊണ്ട് y കോർഡിനേറ്റിൽ ചേഞ്ച് വരത്തില്ല. അപ്പോൾ y കോർഡിനേറ്റ് അങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, ഇനി എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കണം അല്ലേ? എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ഇതേ ഇൻറ്റു ഇതിൻ്റെ ഡബിൾ എടുക്കുക. ഇതിൻ്റെ ഡബിൾ എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 6 വരും. 6 വരും. ഈ 6 നിന്ന് 6 കുറയ്ക്കുക, 0 വരും. അപ്പോൾ 0 4 ആയിരിക്കും അതിൻ്റെ എന്തായിട്ട് വരുന്നത്? 0 4 ആയിരിക്കും എന്തായിട്ട് വരുന്നത്? അതിൻ്റെ റിഫ്ലക്ഷൻ ആയിട്ട് വരുന്നത്. കറക്റ്റ് ആയിരിക്കും. കാരണം എന്താ? 0 4 എടുത്തു കഴിയുമ്പോൾ എന്ത് വരും? ഇത് 3 ഡിസ്റ്റൻസാണ് ഉള്ളത്. ഇവിടെ നിന്ന് 3 ഡിസ്റ്റൻസ് തന്നെ ഇതും കിടക്കുന്നത് കറക്റ്റായിട്ട് വരും. ഇതാണ് എക്സ് ആക്സിസ് അല്ലെങ്കിൽ y ആക്സിസിന് പാരലായിട്ട് വരുമ്പോൾ എടുക്കുന്ന കേസ്. ഇനിയിപ്പോൾ നമുക്ക് എക്സ് ആക്സിസ് y ആക്സിസിന് പാരലായിട്ട് കിടക്കുന്ന കേസ് എടുത്തു. ചില സമയത്ത് വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ചോദിക്കാറുണ്ട്, ഒറിജിനിൽ കൂടി വരുന്ന കേസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതേ പോയിന്റ് തന്നെ നെഗറ്റീവ് ഇട്ട് എഴുതിയാൽ മതി. ഇനി ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ലൈനെ വേണമെങ്കിൽ എന്ത് പറയാം? എക്സ് ഇസിക്കൽ y എന്ന് പറയാം. കാരണം 0 0 1 1 2 2 അങ്ങനെ പോകുന്നതെന്ന് വിചാരിച്ചു. അതും ഒരു പോയിന്റും തമ്മിലുള്ള റിഫ്ലക്ഷൻ ആണ് നിങ്ങൾക്ക് ചോദിച്ചതെന്ന് വിചാരിച്ചു. അതും ഒരു പോയിന്റ് തമ്മിലുള്ള റിഫ്ലക്ഷൻ. അത് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇത് ആക്ച്വലി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ, നിങ്ങൾ ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇത് എക്സ് ഇസിക്കൽ ടു y ആണെന്ന് നമുക്കറിയാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ എന്ത് ചെയ്യാം? ഈ ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ലൈൻ പെർപെൻഡിക്കുലർ ലൈൻ അല്ലേ? അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് m1 ഇസിക്കൽ ടു m2 -1 എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാം. ഓക്കെ, അതിൽ നിന്ന് ഈ ലൈനിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് ഈ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സപ്പോസ് എക്സ് ഇസിക്കൽ ടു y എന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇത് നേരെ തിരിച്ചിടുക. 4 3 ആണെങ്കിൽ നേരെ തിരിച്ചിടുക. 3 4 അതായിരിക്കും അതിൻ്റെ റിഫ്ലക്ഷൻ വരുന്നത്. എക്സ് ഇസിക്കൽ ടു y എന്ന് പറഞ്ഞു തന്നാൽ അതിപ്പോൾ 5 4 ആണെങ്കിൽ നേരെ തിരിച്ചിടുക. റിഫ്ലക്ഷൻ വരുന്ന 4 5 ആയിരിക്കും. ഓക്കെ, അതേസമയം എക്സ് ഇസിക്കൽ -y എന്ന് പറയുമ്പോൾ ഇങ്ങനെ ലൈൻ വരും. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു അതാണ് റിഫ്ലക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ സെയിം സാധനം. ഇപ്പം 4 3 ആണെങ്കിൽ അവിടെയും 3 4 വരും, പക്ഷേ സൈൻ ചേഞ്ച് ചെയ്യും. സൈൻ നേരെ ചേഞ്ച് ചെയ്യും. ഇതിപ്പോൾ 4 -3 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? 3 4 ഇവിടുത്തെ സൈൻ എന്താ? പോസിറ്റീവ്. അതിവിടെ നെഗറ്റീവായിട്ട് വരും. ഇവിടുത്തെ സൈൻ എന്താ? നെഗറ്റീവ്. അത് പോസിറ്റീവായിട്ട് വരും. ഇതായിരിക്കും അവിടെ സംഭവിക്കാൻ പോണത്. ഇനി ഏറ്റവും അവസാനത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ തന്ന്, ആ ലൈനിൻ്റെ ഇക്വേഷൻ തന്നിട്ട്, ഞാനത് ചെയ്യുന്നില്ല, ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞുതരാം. ലൈനിൻ്റെ ഇക്വേഷൻ തന്നിട്ട് നമുക്ക് റിഫ്ലക്ഷൻ ആണ് ചോദിച്ചെങ്കിൽ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, 4 3 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഓക്കെ, ഇത് 2x + 4y + 12 = 0 ആണ് ലൈൻ എന്ന് വിചാരിക്കാം. ഈ ഒരു ലൈന് മിററായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിന്റെ റിഫ്ലക്ഷൻ ആണ് ചോദിച്ചതെന്ന് വിചാരിച്ചു. അതെങ്ങനെ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് ഈ ഒരു ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ ചെയ്യും? y = mx + c എന്നൊരു ഫോർമാറ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ കൺവേർട്ട് ചെയ്യണം അല്ലേ? y = mx + c എന്ന് പറയുന്ന ഫോർമാറ്റിലോട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ഈ ഒരു ചെയ്ത് കഴിഞ്ഞാൽ y = -2x -12 4 4. ഓക്കെ, ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ -12 എന്ന് പറഞ്ഞു കിട്ടും.
അങ്ങനെയാണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഈ ഒരു ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ എത്ര വരും? M2 എന്ന് പറയുമ്പോൾ എത്ര വരും? 2 എന്ന് പറഞ്ഞു വരും. കാരണം M1 M2 ഈക്വൽ ടു -1 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇപ്പം ഈ ഒരു ലൈനെ സംബന്ധിച്ചിടത്തോളം ഒരു പോയിന്റ് നമുക്കറിയാം, ഒരു പോയിന്റ് അറിയാം, അതുപോലെ തന്നെ സ്ലോപ്പ് അറിയാം, സ്ലോപ്പും അറിയാം. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കത്തില്ലേ, സോറി, y-3 x-4. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും ആ ഒരു ലൈനിന്റെ ഇക്വേഷനായിട്ട് വരുന്നത്, 2x - 4. ഓക്കെ, അല്ലെങ്കിൽ 2x - y -1 = 0. ഇതായിരിക്കും അതിൻ്റെ ലൈനിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലൈൻ അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പോയിന്റ് കിട്ടാനായിട്ട് ഈ ഒരു ഇക്വേഷനും സോൾവ് ചെയ്താൽ മതി. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു പോയിന്റ് കിട്ടും. പിന്നെ ഈ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എന്താ? ഈ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ് പോയിന്റ്. ഓക്കെ, മിഡ് പോയിന്റ്. സപ്പോസ് ഈ ഒരു പോയിന്റ് എനിക്ക് 2, 1 അല്ലെങ്കിൽ 2, 2 കിട്ടിയെന്ന് വിചാരിക്കാം. 2, 2 കിട്ടിയെന്ന് വിചാരിക്കാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ് പോയിന്റാണ്. അപ്പോൾ ഇവിടെയുള്ള പോയിന്റ് റിഫ്ലക്ഷൻ x1ഉം x2 എന്ന് പറഞ്ഞ് y2 ആണെന്ന് ഞാൻ y1 വന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? x1 + 4/2 = 2 എന്ന് പറഞ്ഞ് കിട്ടണം. അതുപോലെ തന്നെ x2 y2 + 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ഉം കിട്ടണം. നമുക്കിത് ചോദിച്ചിട്ടില്ല, അതാണ് ആക്ച്വലി നമ്മളിത് ചെയ്യാത്ത. പക്ഷേ മെത്തേഡ് ഇതേപോലെയാണ് ചെയ്യേണ്ടത്. അത് നമുക്ക് ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ആ ലൈനിൽ നിന്ന്, തന്നിരിക്കുന്ന ലൈനിൽ നിന്ന് എന്ത് ചെയ്യണം? സ്ലോപ്പ് കണ്ടുപിടിക്കണം. ഓക്കെ, തന്നിരിക്കുന്ന ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന ലൈനിൻ്റെ ഇക്വേഷനിൽ നിന്ന് സ്ലോപ്പ് കണ്ടുപിടിക്കണം. എന്നിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ലൈനിൻ്റെ ഇപ്പോൾ ഇതാണ് ലൈൻ എന്ന് വിചാരിച്ചു. പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? M1 M2 = -1 എന്ന് പറഞ്ഞ് അതിൽ നിന്ന് സ്ലോപ്പ് കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഈ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരുന്ന ഇക്വേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് അല്ലെങ്കിൽ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് കണ്ടുപിടിക്കണം. കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മീറ്റിംഗ് പോയിന്റ് ആണ്. കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് കണ്ടുപിടിച്ചാൽ അത് മിഡ് പോയിന്റ് ആണ്. ഏതിൻ്റെ? റിഫ്ലക്ഷൻ ഓഫ് പോയിന്റിന്റെ മിഡ് പോയിന്റ് ആണ്. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? റിഫ്ലക്ഷൻ ഓഫ് പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ വഴിയായിട്ട് വരുന്നത്.